ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ വെന്യൂ. അപ്പോൾ എന്താ പറയുക, ഇനി കുറച്ച് കോട്ടൺ, കുറച്ച് ഹെവി പാറ്റേൺസ് ഒക്കെ നമ്മളൊരു 1 വീക്കിനകം ചെയ്യും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മളൊരു കോട്ടൺ എന്ന് പറയാൻ പറ്റില്ല, കോട്ടൺ റയോൺ ആയിട്ടുള്ള നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഫാബ്രിക് ആണ് എന്ന് വെച്ചാൽ കുറച്ചും കൂടെ കോട്ടണും റയോണും കൂടെ മിക്സ് ആയിട്ട് നല്ലൊരു ഫാബ്രിക് ആണ്. അതിനകത്തോട്ട് നമ്മൾ സിമ്പിളായിട്ട് ഇതേപോലെ സ്ട്രെയിറ്റ് വി വെച്ചിട്ട് ഒരു എയർലൈൻ പാറ്റേണിലേക്കാണ് ചെയ്തേക്കുന്നത്. ഒരു സ്ട്രെയിറ്റ് വി വെച്ചിട്ട് ഒരു എയർലൈൻ പാറ്റേൺ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എയർലൈൻ നല്ല അടിപൊളിയായിട്ട് അതിനകത്തോട്ട് ഈ ഒരു മോട്ടീഫ് വരുന്നത് ഒരു ബ്ലൂയുടെ കൂടെയുള്ള ഡിസൈനാണ്. സോ ഞാൻ അതിനകത്തോട്ട് ബ്ലൂ ഡിസൈൻ വരുമ്പോൾ നല്ലൊരു ഭംഗിയാണ്. ഇതേപോലെ സ്ട്രെയിറ്റ് വി വെച്ചിട്ട് സിമ്പിൾ ഒരു സ്ട്രെയിറ്റ് വി വെച്ചിട്ട് സിമ്പിൾ ആയിട്ടുള്ള എയർലൈൻ പാറ്റേൺ. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ചൊരു ലൂസ് ഫിറ്റിൽ വേറെ ചെയ്താൽ കുറച്ചും കൂടെ ഒരു സ്റ്റൈലായിട്ട് പിന്നെ പോക്കറ്റോ കാര്യങ്ങളോ ഒക്കെ ആഡ് ചെയ്യാം. അത് കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. ഇതുപോലെ ആയിരിക്കും ഇതിന്റെ ഫസ്റ്റ് വണ്ണിന്റെ ലുക്ക് വരുന്നത്. ഓക്കെ, ഖാദി ആ ലിനന്റെ ഒരു ടെക്സ്ചർ അതിനകത്ത് ക്ലോസ് ആയിട്ട് നിങ്ങൾക്ക് കാണാം. ഇതുപോലെ കണ്ട, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ നല്ല ക്വാളിറ്റി ഉള്ള ഒരു ഇതാണ്. ഇതുപോലെയാണ് അതിന്റെ ഡിസൈൻ വരുന്നത്. പിന്നെ നമ്മൾ ഒരു സ്ട്രെയിറ്റ് വീം ചെയ്തിട്ടുണ്ട്. ഇനി അതെല്ലാം നിങ്ങൾക്ക് വൈഡ് വി വേണമെന്നുണ്ടെങ്കിൽ അതുണ്ട്. ഇതുപോലെ ഒരു വൈഡ് ആയിട്ടുള്ള ഒരു വി, അതിപ്പോൾ നെക്ക് പാറ്റേൺ എങ്ങനെയായാലും പറഞ്ഞാൽ മതി. ഇതാണ് ഡിസൈൻ ഫാബ്രിക് വരുന്നത്. നല്ല അടിപൊളി, അത്യാവശ്യം നല്ല തിക്നെസ് ഉള്ള ഫാബ്രിക് ആണ്. അപ്പം ഇതാണ് നമ്മൾ ആദ്യം ചെയ്തേക്കുന്ന ഈ ഒരു ഡിസൈൻ. ഇന്നിപ്പം അപ്പോൾ ഇതുപോലെ നമ്മളിപ്പോൾ ഒരു എന്താ പറയുക 3/4 സ്ലീവ് എല്ലാം ഇട്ടിട്ട് ഒരു ഷോർട്ട് സ്ലീവ് ആയിട്ട് ഇതുപോലെ ഒരു ഷർട്ടിന്റെ സ്ലീവിലേക്ക് കൊടുത്തപ്പം നല്ല അടിപൊളി. നമുക്ക് ഇതുപോലെ ഒരു വേറെ ഞാൻ പറഞ്ഞ വേറെ പാറ്റേൺസ് ഒന്നും ചെയ്തില്ല, സിമ്പിൾ ആയിട്ട് ഒരു സ്ട്രെയിറ്റ് വി കൊടുത്തിട്ട് ഇതുപോലെ എയർലൈൻ പാറ്റേണിലിട്ട് വിത്തൗട്ട് ലൈനിങ് ഒരു കോഡ് സെറ്റ് ആണ് നമ്മൾ ചെയ്തേക്കുന്നത്. ഇതാണ് അതിന്റെ ലുക്ക് വരുന്നത്. ടോപ്പും ബോട്ടും ഒരേ ഇതിൽ തന്നെ ചെയ്തേക്കുന്നത്, ഒരേ മെറ്റീരിയലിൽ തന്നെ. അപ്പൊ ഞാൻ ഇതിന്റെ ഒരു കളറും കൂടെ ചെയ്തിട്ടുണ്ട്, നല്ല അടിപൊളി. ഇതൊരു അടമല്ലിയുടെ ഒക്കെ ഒരു ഷെയ്ഡ് ലൈറ്റ് ആയിട്ട്. ഈ ഒരു പാറ്റേൺ, ഇതിന്റെ ഈ ഒരു കളർ നമ്മൾ മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. വേറെ ബോട്ടിനൊക്കെ വിത്ത് വി കട്ടിങ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾ ഈ ഒരു സ്റ്റൈലിലേക്കും ഇത് ചെയ്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഈ ഒരു പാറ്റേൺ വേണ്ട, ബോട്ടിനൊക്കെ വിത്ത് വി കട്ടിങ് മതിയെങ്കിൽ അങ്ങനെയും ചെയ്യാം കേട്ടോ. പക്ഷെ ഇതൊരു സ്റ്റൈലാണ്, നമ്മൾ എപ്പോഴും ഒരു വെറൈറ്റി വേറെ ചെയ്യേണ്ടത്. അപ്പൊ അതുപോലെ എയർലൈൻ പാറ്റേൺ ആണ് ചെയ്തേക്കുന്നത്. പെലാസോ ബോട്ടായിട്ടാണ് ചെയ്തേക്കുന്നത്. അപ്പം ഇതിന്റെ സ്ട്രെയിറ്റ് വി വിത്ത് ഈ ഒരു വി കട്ടിങ്ങിന് ഇങ്ങനത്തെ ഒരു ലുക്ക് ആയിരിക്കും. ഇതുപോലെ ഉണ്ടാവും. ഓക്കെ, അപ്പൊ അതിന്റെ അടുത്ത കളർ ഞാൻ വേറെ ഇത് കണ്ടു. ഒരു പിസ്ത കളർ എന്നൊക്കെ പറയില്ല, ഒരു വാഴക്കൂമ്പിന്റെ കളറാണ് കേട്ടോ. ഈ പിസ്ത കളറല്ല, ആക്ച്വലി ഒരു വാഴക്കൂമ്പിന്റെ ഒരു കളർ, മെഹന്തി ഗ്രീൻ എന്നൊക്കെ പറയില്ല, ആ ഒരു കളറാണ് കേട്ടോ. നന്നായിട്ട് നമ്മൾ എന്താ പറയാ, ഈ ഒരു സ്ലീവ് നമുക്ക് മാച്ച് ആവില്ല എന്നാലും വിചാരിക്കരുത്, എല്ലാവർക്കും സ്യൂട്ട് ആവും. ഇങ്ങനത്തെ ഒരു സ്ലീവ് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്ക്. എല്ലാം നമുക്കൊരു മടിയായിരിക്കും ഇങ്ങനത്തെയൊക്കെ ട്രൈ ചെയ്യാനായിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പം ഇതിന്റെ നമ്മൾ സിമ്പിൾ ആയിട്ട് ചെയ്തേക്കുന്നത് സ്ട്രെയിറ്റ് വി വിത്ത് വി കട്ടിംഗ് ആണ്. സെയിം തന്നെ സെയിം മെറ്റീരിയൽ വെച്ചിട്ട് നമ്മൾ ബോട്ടം ചെയ്തിട്ടുണ്ട്. നല്ല അടിപൊളി, അതായത് അങ്ങനെ വാഷ് ചെയ്യുമ്പോൾ ഷ്രിങ്ക് ചെയ്യുന്ന ഫാബ്രിക് ഒന്നും അല്ല കേട്ടോ. നല്ലൊരു ജയ്പൂർ കോട്ടൺ തന്നെയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. അപ്പൊ അതിന്റെ ലുക്ക് ഇതേപോലെ ആയിരിക്കും. ടോപ്പ് ബോട്ടം എയർലൈൻ വേണ്ടാന്നുള്ളവർക്ക് നമ്മൾ ഈ ഒരു ബോട്ടനൊക്കെ വിത്ത് ഒരു വി കട്ടിങ് ചെയ്തിട്ടുണ്ട്, ചെറിയൊരു വി കട്ടിങ് ആയിട്ട്. ഇതും കുറച്ച് ലൂസ് ഫിറ്റിലാണ് ചെയ്തേക്കുന്നത്. എയർലൈൻ പാറ്റേൺ ആണ്. സ്ലിറ്റും വേണമെങ്കിൽ ചെയ്യാം കേട്ടോ. സ്ലിറ്റ് പ്ലസ് ഈ ഒരു ബോട്ടം കൂടെ വേണമെങ്കിൽ ചെയ്യാം. ഞാൻ നേരത്തെ ഫസ്റ്റ് വേറെ ചെയ്ത ആ കളറും നമുക്ക് എങ്ങനെ വേണമെങ്കിലും കസ്റ്റമൈസേഷൻ പോസിബിൾ ആണ്. അപ്പൊ നമുക്ക്